ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു അനദർ വ്ലോഗ്. ആക്ച്വലി ഇന്ന് നല്ല നേരത്തെ എണീക്കണം എന്ന് പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു. പക്ഷെ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. നല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ പോലും വീഡിയോ കോൾ ചെയ്യാതെ വേഗം കിടന്നുറങ്ങിയതാണ്. വേറൊന്നുമല്ല, അനുക്കുട്ടന് നെയ്ച്ചോറ് കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ ടൈമിന് ഉണ്ടാക്കി കൊടുക്കാലോ എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പീരീഡ് ആയതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീക്കാനും ലേറ്റായി. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിലേക്ക് പോലും നോക്കാൻ സമയമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്നത് ഗൈസ്. അപ്പോൾ ഞാനിന്ന് വേറൊരു പണിക്ക് നിന്നില്ല. ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് നിന്നത്. അപ്പോൾ അമ്മ അവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഞാനിങ്ങനെ കിടന്ന് പെടയണുണ്ടപ്പം. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ഞാൻ അനുക്കുട്ടനെ വിളിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഞാനിതൊക്കെ സെറ്റാക്കുന്ന സമയത്തേക്കും അനുക്കുട്ടനെ അമ്മ പോയി ഉണർത്തിയിട്ടാ. ഗുഡ് മോർണിംഗ്. ഞാൻ പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ടോ കേട്ടോ. പിന്നെ അനുക്കുട്ടന് കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം അവന് സോയ വറുത്താൽ മതി നെയ്ച്ചോറിന്, അതുപോലെ സാലഡ് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അഞ്ഞോ ബ്രഷ് ചെയ്യണില്ലേ? പല്ലേക്ക് ഇതാണ് അവൻ്റെ പരിപാടി. സമയത്തിന് നീറ്റാലും പിന്നെ ലേറ്റ് ആവണത് ബ്രഷ് ചെയ്യാനാണ് കേട്ടോ. ആ ബ്രഷും പിടിച്ചിട്ട് എത്ര മുറ്റുണ്ടോ അത്രയും മുറ്റവൻ കവർ ചെയ്യും നടന്നിട്ട്. അതാണ് ലേറ്റ് ആവാനുള്ള മെയിൻ കാര്യം. അൻകുട്ടന് സാലഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കറിയൊന്നും വേണ്ട അവന്. ഇതുണ്ടായി തന്നെ ചോറ് കൊണ്ടോളും. സോയ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൻകുട്ട അതാ യൂണിഫോം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷർട്ട് ഇട്. 8 മണിയോളമായിട്ടോ എൻ്റെ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിയാൻ. അപ്പോൾ പിന്നെ അമ്മ അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര ടെൻഷൻ ഉണ്ടായില്ല. കുളി ആണ് കുറച്ചും കൂടി സമയം പോവുക. കുളി ബ്രഷ് ചെയ്യൽ ഇതൊക്കെയാണ് സമയം പോണ പരിപാടി. അതൊക്കെ വേഗം കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ പാത്രത്തിലാക്കണം. പിന്നെ അവന് ദോശ ഉണ്ടാക്കാണ്ട്. ദോശ വാരി കൊടുക്കാറാണ്. അപ്പം വണ്ടി വരുമ്പോഴേക്കും ഫ്രീ ആവുമല്ലോ. ഇന്നലെ പിന്നെ ഇതുമാണ് കൊണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്ന് പിന്നെ ഓട്ടോ വരുമ്പോഴേക്കും നമുക്കതൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് ഇരിക്കണം. നമുക്കിതൊക്കെ ചോറിൽ പാത്രത്തിലാക്കാം. അങ്ങോട്ട് അപ്പം ഇതെവിടെ വെക്കുക? പശുവിന്റെ ടവലില്ലേ, അത് തരുമ്പോളേ വിഷമാവും. അതേതാ പശുവിന്റെ ടവൽ? ആകെ ഉണ്ട്. ഇതൊക്കെ ഇത് മതിയാ സോയ? പോരെ? ഇത് പോരെ? ഇത് മതിയാ? ഇനി വേണം? അതിന് സ്ഥലമില്ലല്ലോ. സോയ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഞാൻ LKG തൊട്ട് സ്കൂളിലേക്ക് ഇതുപോലെ കൊടുത്തയക്കാറുണ്ട് കേട്ടോ. ഞാനത് ഫിനിഷ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരും ചെയ്യും. ഇപ്പം സ്കൂൾ പൂട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല. കാരണം സ്കൂൾ തുറന്നാൽ ഇത് തന്നെയാണ് പരിപാടി. അപ്പം ഇതെന്തായാലും അവൻ ഫിനിഷ് ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് കഴിക്കാൻ കിട്ടാറില്ല. ഓക്കെ, അപ്പം നമ്മളിതൊക്കെ പാത്രത്തിലാക്കി കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കണം. അതവിടെ വെച്ചാൽ അത് നമ്മൾ എടുത്തോളാം. ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ആ അനക്കൂട്ടനെ കാണിച്ചു തരാം. എന്തേ ഇത് റഫ് നോട്ട് ടിഫിൻ ബോക്സിൽ മാറ്റമില്ല. മലയാളം ടെക്സ്റ്റ് പുറത്തേക്ക് വെച്ചോളൂ. ഇന്ന് റഫ് മതി തന്നെ. റൂമൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കണം കേട്ടോ. ഇവൻ പോയതിന് ശേഷം വേണം റെഡിയാക്കാൻ. സെറ്റാക്കണതൊക്കെ ഇപ്പോൾ വലിച്ചു വരിട്ടതാണ്. എത്ര നേരമായി അമ്മ പറയണു ടാഗൊക്കെ ചാൻകുട്ടൻ പറയാ കേട്ടോ. ഞാൻ ശരിക്കും എങ്ങനെയാണ് പറയാറ് അതുപോലെ പറയാന്. അതായത് ടാഗ് ഇടാൻ കുറേ നേരമായി ഞാൻ പറയണം. അപ്പോൾ സാധാരണ ഞാൻ നല്ല ദേഷ്യപ്പെട്ടിട്ടാണ് പറയാം. വീഡിയോ ഓണാക്കിയപ്പം ഞാനിങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് പറഞ്ഞപ്പോൾ അവൻ തന്നെ അത്ഭുതപ്പെട്ടു, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കൊടുത്തു. ഇന്നിപ്പോൾ മുടിയൊക്കെ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. മുടി ചെയ്യാൻ അവൻ തന്നെ വന്ന് കൈ കൊണ്ട് മാറ്റാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അത് അവൻ മറന്നു തോന്നുന്നുണ്ട്. നല്ല കുട്ടിയായിട്ട് ഇല്ല, മറന്നിട്ടില്ല. അത് അവൻ പിടിച്ച് വലിക്കുന്നുണ്ട് മുടി. അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, അപ്പം ചായ കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. റോഡിലേക്ക് വണ്ടി വരും. അപ്പോൾ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കണം. അനുട്ടൻ്റെ ഫുൾ യൂണിഫോം അല്ല കേട്ടോ, സോക്സും ഷൂ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇവരുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മഴയുടെ സമയം കഴിഞ്ഞാലാണ് ഷൂ ഒക്കെ നിർബന്ധമുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് ചെരുപ്പിട്ടാലും പുതിയ യൂണിഫോം കിട്ടിയിട്ടില്ല, അടിക്കാൻ കൊടുക്കാൻ ലേറ്റായി. അപ്പോൾ 6-ാം തീയതി ഒരൊറ്റ യൂണിഫോം മാത്രമേ പാകുള്ളൂ, ബാക്കിയൊക്കെ ടൈറ്റാണ്. സ്റ്റോൺ പേപ്പർ പെൻസിൽ കട്ടർ സിസർ. സ്റ്റോൺ പേപ്പർ പെൻസിൽ കട്ടർ സിസർ. Stone, pepper, pencil, cutter, scissor. Stone, pepper, pencil, cutter, scissor.
ഓട്ടോ വരാൻ ലേറ്റ് ആയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടുത്തു. അപ്പോൾ കുറച്ച് ഗെയിമും പിന്നെ അവൻ കുറേ വർത്താനമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സമയം കളഞ്ഞു. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് തല ചുറ്റാൻ തുടങ്ങി, കാല് കടഞ്ഞിട്ട്. എന്താ ചോദിച്ച് പറ, ഇവിടെ വേണം. അനിട്ട ചോദിക്കണേ അമ്മ എന്ന് സ്കൂളിൽ പോണ, ലീവ് ആക്കിയാലോ. സ്കൂള് തുടങ്ങി അപ്പോഴേക്കും സമയം 9 മണി, 8:45 വന്ന് നിൽക്കണം കേട്ടോ. ഞങ്ങൾ 9 മണി കഴിഞ്ഞു, എന്നിട്ട് അവൻ്റെ വണ്ടി വന്നില്ല. എൻ്റെ ഓട്ടോ മാമനെ ഇവിടെ നോ ഐഡിയ. ഞാൻ പറഞ്ഞതാണ് അവനോട് 9 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്. ഇവിടെ നിന്ന് കാല് കിടന്നു ഗൈസ്. അച്ഛമ്മ പോയി പോണ്ടപ്പോ കളിയാക്കിയില്ലേ അമ്മ പറഞ്ഞ പോലെ. അച്ഛമ്മയും പോയി, എന്നിട്ട് അനിക്കുട്ടൻ പോയില്ല. അച്ഛമ്മേനെക്കാളും അത് അടി വെച്ചടി. മടിയിൽ വെച്ചോ. അനു ബൈ. ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയം പോയി, കാലൊക്കെ കടയാൻ തുടങ്ങിട്ടോ. അനിക്കുട്ടെ സാധാരണ അവൻ 2 ഉമ്മ തരും, ഞാൻ 2 ഉമ്മ അങ്ങോട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവൻ 2 തന്നെ ഞാൻ 1 ഉമ്മയെ കൊടുത്തുള്ളൂ. അതാണ് ചോദിക്കുന്നത്, ഉമ്മ തന്നില്ലല്ലോ. അങ്ങനെ ഫോണ് ഞാൻ കുറച്ച് നേരം ചാർജ് ചെയ്യാൻ വെക്കട്ടെ, കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വീഡിയോ ചെയ്യാണ്ട്, കോണ്ടന്റ് വീഡിയോ. അപ്പോൾ അതിന് മുന്നായിട്ട് അവിടെ വൃത്തിയാക്കാനും അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെയാണ് കേട്ടോ, അതായത് പാട്ട് വെക്കും, എന്നിട്ടാണ് ഇവിടെ പണികളൊക്കെ ചെയ്യുക സാധാരണ ദിവസങ്ങളിൽ. അതായത് സ്കൂളില്ലപ്പോൾ. ഇപ്പോൾ കുറേ ആയിട്ട് വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇവിടെ അൻകുട്ടുണ്ടാവും, അവന് TV ഇത് ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പം പാട്ട് വെക്കാറില്ല. വീഡിയോ ചെയ്യാണ്ട് അപ്പം അതിന് റെഡി ആയിക്കാണ്. അതിന് മുന്നേ മഴ പെയ്തു, അപ്പോൾ വാഷ് ചെയ്ത തുണികളൊക്കെ അവിടെ സൈഡിൽ ടാർപ്പായിട്ട് അതിൻ്റെ അടിയിലിടണം. അപ്പോൾ അത് വെച്ചിട്ട് വരാം. കുറച്ച് മുന്നേ നല്ല മഴക്കാറ് വന്നു കേട്ടോ, നല്ല ഇരുട്ടായി. ഫുള്ള് വീട്ടിൽ അകത്തിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ട് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ലൈറ്റ് ഇട്ടാലും നമുക്ക് പുറത്തെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കാണാമല്ലോ. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, എന്തോ ഒരു പേടി പോലെ തോന്നി, കാരണം ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. അപ്പം അച്ഛൻ മെസ്സേജ് അയച്ചാൽ അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യണം, ആദ്യം തല തുടയ്ക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിക്കാണ്ട്. അപ്പം ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. ഞാനും നെയ്ച്ചോറിന് എടുത്തിട്ടത് മീൻകറിയാണ്. അൻകുട്ടൻ കഴിക്കാവോ എനിക്ക് തോന്നണം, അവൻ കുറച്ച് ബാക്കി വയ്ക്കും. കാരണം ഈ ഉള്ളി ഇല്ലേ, അത് കുറച്ച് കൂടിപ്പോയി. അവനാണെങ്കിൽ ഉള്ളി തീരെ ഇഷ്ടമല്ല. കുറച്ച് ചോറല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ഉള്ളി വളരെ കുറച്ച് വേണമായിരുന്നു, കുറച്ചധികം കൂടി. പിന്നെ അത് മാത്രമല്ല, സോയ ഞാൻ കുറച്ചധികം വെച്ചിട്ടുണ്ട്, അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. മാക്സിമം ഫുൾ സോയ തീർക്കും, ചോറ് ബാക്കി അതിൽ വെച്ചിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. അങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ഉറക്കം വരണം. അപ്പോൾ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു, ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ മഴ ചാറുണ്ട്, അതൊക്കെ കണ്ടിങ്ങനെ ഉമർത്തിയിരിക്കുകയാണ്. നല്ല ബോറടിക്കുന്നുണ്ട് ഗൈസ്. അച്ഛന് മെസ്സേജ് അയച്ചിട്ട് കണ്ടിട്ടില്ല. ബോറടി മാറ്റാൻ കുറച്ച് നേരം ഞങ്ങൾ ചാറ്റ് ചെയ്യും, പക്ഷേ അച്ഛൻ ബിസിയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നല്ല എണ്ണയൊക്കെ ഇട്ട് നല്ല കുട്ടിയായി ഗൈസ്. ഞാൻ ചുമ്മാ മഴ നിന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ. സാധാരണ ഞാനിങ്ങനെ ഇറങ്ങാറില്ല, എനിക്ക് പേടി. അവിടെ ഫുൾ മുറ്റത്ത് നിറയെ ചേരയാണ്. ഞാൻ എന്തിനിറങ്ങിയാലും ചേരേനെ കാണും. തുണി തോരയിടാൻ വന്നാൽ, അല്ലെങ്കിൽ മുറ്റടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ അകത്തിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ മാത്രം കാണും. അതെന്താ അറിയില്ല, അങ്ങനെയല്ല, എൻ്റെ കണ്ണിൽ എപ്പോഴും കാണും. പിന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും അമ്മയൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ഇറങ്ങാറുള്ളൂ. മഴയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ മുറ്റമൊക്കെ ഇപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല കാടായിട്ടാണ്, അത് നിറയെ പൂവിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് നല്ല ഉയരത്തിലാണ് ഉണ്ടാവുക. അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ അങ്ങനെ പറ്റില്ല. ഈ ഒരു ചെടി ഇതാകെ ഒരു ചെറിയ വള്ളിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീട് ഇങ്ങനെ പൊതിഞ്ഞ പോലെ. ഇതിപ്പോൾ വലുതായി ഈ അവസ്ഥയായി, കാട് പിടിച്ച പോലെയായി.
ഇതൊന്ന് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒരു ഐഡിയ ഇല്ല. മൊത്തം വലിച്ചിട്ടിട്ട് ആദ്യം മുതൽ വളർത്തിയെടുക്കേണ്ടി വരും. അനുക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ, അതാ നിൽക്കണു വണ്ടി. അയ്യോ ചാർജ് തീരാറായിരുന്നു. ആ വരുന്നു അനുക്കുട്ടൻ. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാ. നടത്തത്തിനൊക്കെ ഒരു ചെറിയ മാറ്റം കാണാണ്ട്. ഹലോ, എന്താണ് വിശേഷം? എങ്ങനെ ഉണ്ടെന്ന്? പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്ന? പഠിച്ചെന്ന്? ഡയറി ഉണ്ടോ? ഡയറി തന്നോ? ഒന്നും തന്നിട്ടില്ല. ഒരു കാര്യം ചെക്ക് ചെയ്യാണ്ട്. ലഞ്ച് ബോക്സ് വെള്ളം കുറച്ച് കുടിച്ചിട്ടില്ല, തുള്ളി വെള്ളം ഉണ്ട്. അമ്മ അത് പറഞ്ഞിട്ടില്ല. ഫിനിഷ് അത് പറ്റില്ല, ഇത് അത് കാലിയാവും. അത് പിന്നെ ഈ ഫിനിഷ് ചെയ്യാൻ എനിക്കറിയാം. റൈസ് ഉണ്ടോ നോക്കട്ടെ. അമ്പോ ഇതെന്താ അണ്ടിപ്പരിപ്പ്? ഇഷ്ടല്ല. അത് കഴിച്ചില്ല. ഓക്കെ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സൂപ്പർ. ഇഷ്ടായ ബിരിയാണി? ബിരിയാണി അല്ല, സോറി, നെയ്ച്ചോറ്. അതില്ലേ 10 ഇത് എഴുതാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ കാണിച്ചു തരത്. ഇങ്ങനെ ലാസ്റ്റ് അക്ഷരം വെച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ക്ലിയർ ആവണില്ല, ടിക്കറ്റ് ഇതുണ്ടോ? ഫോക്കസ് ആവണില്ല. ഇതുണ്ടാ? ഇത് ലാസ്റ്റ് അക്ഷരം, പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ. ഓ, ലാസ്റ്റ് എന്ത് ചെയ്യണം ഇപ്പൊ? ഫോർക്ക് വെച്ചിട്ട്. ടീച്ചർ 10 എഴുതാൻ പറഞ്ഞു. ഞങ്ങള് കറക്റ്റ് 20 വരെ എഴുതി. വെരി ഗുഡ്. ടീച്ചർ 10 എഴുതാൻ. അപ്പൊ അനുട്ടൻ ആരൊക്കെ ടീം ഉണ്ടായിരുന്നു? ജെസിയിലും ഞാനും. സൂപ്പർ, അടിപൊളി കേട്ടാ. എന്നിട്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. വന്ന അപ്പം ഇത് ഓണാക്കും ഗൈസ്. അൻകുട്ടൻ്റെ സ്വഭാവം. അപ്പം അൻകുട്ട ടി വി ആണ്. ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. സോ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ളൂ. ബൈ.